മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള 4 തരം ദോഷങ്ങളാണുള്ളത്. ഒന്ന് വസുപഞ്ചകം, 2 പിണ്ടനൂല്, 3 ബലിനക്ഷത്രം, 4 കരിനാള്. എന്താണ് വസുപഞ്ചക ദോഷം? അവിട്ടപ്പാതി തൊട്ട് രേവദ്യാന്ത്യം വരെ മതിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ലെന്നറിയണേ. അഥവാ ദഹിപ്പിക്കുക എന്നാകിൽ വിധി പോൽ ദഹിപ്പിക്കാൽ ഒരു ദോഷവും വരില്ലതോ. അതായത് അവിട്ടം പാതി മുതൽ, അവിട്ടം 2-ാം പാദം മുതൽ, ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 4 പാദങ്ങളാണ്, 60 നാഴികയാണ് ഒരു നക്ഷത്രം. ഈ അവിട്ടം 2-ാം പാദം മുതൽ ചതയം, പൂരുരുട്ടാതി, ഉത്തിട്ടാതി, രേവതി, ഈ 5 നാളുകളിൽ മരണം സംഭവിച്ചാലാണ് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നത്. ഈ 5 നക്ഷത്രങ്ങൾക്കും 5 ദേവതകളുണ്ട്. അവിട്ടം നക്ഷത്രത്തിന്റെ ദേവത വസുക്കളും, ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനും, പൂരുരുട്ടായ നക്ഷത്രത്തിന്റെ ദേവത അജയ്പാത്തും, ഉത്തിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അഹിർബുദ്ധിയും, രേവു നക്ഷത്രത്തിന്റെ ദേവത പൂഷാവുമാണ്. ഇവരെ കൊണ്ടുള്ള 5 ദോഷങ്ങളാണ്. അതാണ് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നത്. വസുപഞ്ചക, വസുക്കളായിട്ടുള്ള പഞ്ചകങ്ങൾ, അതാണ് വസുപഞ്ചക ദോഷം. ഇങ്ങനെ മരണം സംഭവിച്ചാൽ, ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ ദഹിപ്പിക്കുന്നത് വിധി അനുസരിച്ച് ദഹിപ്പിച്ചാൽ ആ ദോഷം അവിടെ മാറും. എന്താണ് വിധി എന്ന് പറയുന്നത്? ചിതയൊരുക്കുന്നതിന് തൊട്ട് പുറയിലായിട്ട് ദർഭ കൊണ്ട് 5 ആൾരൂപം ഉണ്ടാക്കി ഈ പഞ്ചമൃത്യു ദോഷത്തെ ഈ ദർഭവിലേക്ക് ആവാഹിച്ച് അവിടെ കർമ്മങ്ങളെല്ലാം ചിതയൊരുക്കുമ്പോൾ മരിച്ച ആൾക്ക് കർമ്മം ചെയ്യുന്ന അതേപോലെ തന്നെ കർമ്മങ്ങൾ ഇവിടെയും ചെയ്ത് വിധി അനുസരിച്ച് ദഹിപ്പിച്ചാൽ ഈ വസുപഞ്ചക ദോഷത്തിന് പരിഹാരം. ഉള്ള ദോഷം എന്ന് പറയുന്നത് പിണ്ടനൂൽ ദോഷമാണ്. 9 നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളാണ്. കേട്ട കാർത്തിക മുപ്പൂരം, യമൻ അഹിയും തഥ, ആർദ്രയോട് ചോദ്യവും, പിണ്ടനൂൽ എന്നിവ 9 ഒന്നാണ്. അതായത് കേട്ട കാർത്തികം മുപ്പൂരം, മുപ്പൂരം എന്ന് പറയുന്നത് എന്താ? പൂരം, പൂരാടം, പൂരുരുട്ടാതി. തൃക്കേട്ട, കാർത്തിക, പൂരം, പൂരാടം, പൂരുരുട്ടാതി, ആയില്യം, തിരുവാതിര, ചോതി, ഭരണി, പൂരുരുട്ടാതി, ഈ നക്ഷത്രങ്ങളിലൊക്കെ മരണം സംഭവിച്ചാൽ പിണ്ടനൂൽ ദോഷം ഉണ്ടാകുന്നു. പിന്നീടുള്ള ദോഷം എന്ന് പറയുന്നത് ബലി നക്ഷത്രം ഒന്നാണ്. സ്ഥിരരാശോ പുണർദ വിശാഖോ രേവതി ചിത്തിര രോഹിണി കൃത്തിക, അത്തമോടാതിര കേട്ട, അവിട്ടം എന്നിവ നാളിൽ വൃത്തി സംഭവിച്ചാൽ നിന്നതിലൊന്നിന് വൃത്തി ഭവിക്കുമെന്നാണ്. അപ്പൊ ഈ സ്ഥിരരാശിയിൽ തന്നെയാകണം പുണർദം വിശാഖം, രേവതി ചിത്തിര, രോഹിണി, കാർത്തിക, അത്തം, തിരുവാതിര, തൃക്കേട്ട, അവിട്ടം, ഈ നാളുകളിൽ മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിൽ 1 വർഷത്തിനകം മറ്റൊരു മരണവും കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന് വിധിയനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ, ശരിക്കും മൃത്യുഞ്ജയ ഹോമമാണ് അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ ഭവനത്തിൽ പുലയുള്ളവരെല്ലാവരും കൂടെ ഇരുന്ന് ആ കർമ്മം അനുഷ്ഠിക്കണമെന്നാണ് വിധി പറയുന്നത്. അത് സാധാരണ നമ്മൾ തിരുവല്ലം ക്ഷേത്രത്തിലും ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഒരു മൃത്യുഞ്ജയ ഹോമം നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 3 മണിക്കൂറോളം എടുക്കും. ഒരു മൃത്യുഞ്ജയ ഹോമം വിധി അനുസരിച്ച് ചെയ്യുമ്പോൾ 3 മണിക്കൂർ അതിന് വേണം. ഓരോ ദ്രവ്യങ്ങളും 144 സംഖ്യ വീതം മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനുള്ള ഫലം കിട്ടുക. 3 മണിക്കൂർ എടുക്കുന്ന ഒരു കർമ്മം ഒരു ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ടാവുള്ളൂ, 1-2 പൂജാരി ഉണ്ട്. അപ്പൊ ഇത് ഓരോ ദ്രവ്യങ്ങളും അമൃത്, വള്ളി, മൊട്ട, എള്ള്, കറുക, പാല്, പാൽപ്പായസം, ഇതാണ് മൃത്യുഞ്ജയ ഹോമത്തിന്റെ ദ്രവ്യങ്ങൾ. അമൃതവള്ളി, പേരാൽ മൊട്ട്, കറുക, പാല്, പാൽപ്പായസം, നെയ്യ്, ഇത് ഓരോന്നും 144 സംഖ്യ വീതം ഹോമിക്കണം. അത് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഓം ജുംസ ത്രംബകമേ ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് പ്രത്യോർമുക്ഷീയമാം അമൃതാത് സ്വാഹ എന്ന മന്ത്രം ജപിച്ച് അമൃതവള്ളി 144,
പേരാൽമുട്ട് 144, കറുക 3 കെട്ടിയത് 144, എള്ള് 144, പാല് 144 തവണ, പാൽപ്പായസം 144 തവണ. ഇത്ര ദ്രവ്യങ്ങൾ ഹോമിക്കണമെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ എടുക്കും. പക്ഷേ ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ചുരുക്കും. കാരണം 3 മണിക്കൂറിൽ ഒരു ക്ഷേത്രത്തിൽ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഷോർട്ട് മന്ത്രങ്ങളുണ്ട്. ഓം ജുൻസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1008 വരെ 108 44 എടുത്ത് അത് ചെയ്ത് പെട്ടെന്ന് തീർക്കും. അപ്പോൾ വിധിയനുസരിച്ച് നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ ആ ദോഷപരിഹാരമാണ്. പിന്നീടുള്ളത് കരിനാളെന്നുള്ള ദോഷമാണ്. കരിനാളെന്ന് പറയുന്നത് ദിനകരിനാളുകൾ വരുന്നുണ്ട്. ഒരു പ്രത്യേക ദിവസങ്ങളിൽ മരണം സംഭവിച്ചാലാണ്. മേടമാസത്തിലാണെങ്കിൽ 6-15 കരിനാളാണ്. ഇടവത്തിൽ 7-16-27 കരിനാളാണ്.